ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആക്രിക്കാർക്ക് കൊടുക്കാൻ വെച്ചിരുന്ന സാധനങ്ങളിൽ നിന്ന് 2 ഐറ്റംസ് ഞാൻ പൊക്കിയെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് അങ്ങനെ ഒരു അടിപൊളി വെറൈറ്റി പ്ലാൻസാണ് ഉണ്ടാക്കാന്നുള്ളതാണ്. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ വീഡിയോ ഇട്ട് പോകാം. ഇതെൻ്റെ വീട്ടിലുണ്ടായിരുന്ന പഴയ സ്റ്റൂളാണ്. ഇതുമ്മൽ ആകെ തീയൊക്കെ വീണ് ഹോളായിട്ടുണ്ട്. പിന്നെ ഇത് ആകെ പഴയതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുകൊണ്ട് എങ്ങനെ ഒരു ക്രാഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ ഫസ്റ്റിന് നമുക്ക് വേണ്ടത് ഗോൾഡൻ സ്പ്രേ പെയിൻ്റ് ആണ്. സ്റ്റൂളിൻ്റെ 4 കാലുമ്മലും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ജൂട്ട് ഷീറ്റാണ്. സ്റ്റൂളിൻ്റെ മേൽഭാഗത്ത് ഇപ്പോൾ ഫ്രീ ആയി കിടക്കല്ലേ, അപ്പോൾ അവിടെ ഈ ജൂട്ട് ഷീറ്റ് ഒന്ന് നല്ലപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ജൂട്ട് ഷീറ്റോണ്ട് നല്ല ഭംഗിയിൽ തന്നെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലുള്ള ഒരു ലേസ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ എഡ്ജിലൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റൂളിൻ്റെ ഒറ്റഭാഗത്തുള്ള ഷേപ്പ് അനുസരിച്ച് വേണ്ടിട്ട് അത് സ്റ്റിക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ശരിക്കുള്ള ഭംഗി നമുക്ക് കിട്ടില്ല. ലാസ്റ്റ് എത്തിയപ്പോൾ ലേസ് തികയാണ്ട് വന്ന്, അപ്പോൾ ഞാനിവിടെ ഒരു ബോ യൂസ് ചെയ്തിട്ട് ഇവിടെ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം എങ്ങനെയുണ്ട് കാണാൻ? ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് അടുത്ത ഐഡിയ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ സെക്കൻഡ് ഐഡിയ ചെയ്യണത് പഴയ ബക്കറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈ സ്പ്രേ പെയിൻറ്റുമ്മൽ വാർണിഷ് അടിച്ചാൽ കുറേ കാലം നിൽക്കുകയും ചെയ്യും, കൂടുതൽ ലുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഇതുപോലെ സ്പ്രേ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നിൽക്കുന്ന ഭാഗം റോപ്പ് യൂസ് ചെയ്തിട്ട് നല്ലപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഗ്ലൂഗൺ യൂസ് ചെയ്ത് നല്ല ടൈറ്റിൽ വേണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ. ഗ്ലൂഗൺ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ 2 ഐഡിയാസ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇങ്ങനെ വീടുകളിൽ ഉപയോഗമില്ലാണ്ട് കിടക്കുന്ന സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ഒരുപാട് ഐഡിയാസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കോർണർ സ്റ്റാൻഡായി യൂസ് ചെയ്യാൻ പറ്റുന്ന 2 ഐഡിയാസാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തത്. അധികം പൈസ ചിലവില്ലാണ്ട് തന്നെ വീടുകളിൽ ചെയ്തെടുക്കാൻ പറ്റിയ 2 ഐഡിയാസാണ് ഇത്. നിങ്ങൾക്ക് ഈ 2 ഐഡിയാസ് ഇഷ്ടപ്പെട്ടാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും, ബൈ.